പൂജ, പൂജ, മോക്ക് എങ്ങനെയുണ്ട്? ഹൗ യു ഫീൽ നൗ? വയ്യ, എനിക്ക് വയ്യ. I will help you. Okay. പൂജ, എന്റെ ഈ കയ്യിലെ റെഡ് സ്പോട്ടിലേക്ക് മോളൊന്ന് ഫോക്കസ് ചെയ്യും. ഞാൻ ചോദിക്കുന്നതിന് ആലോചിച്ചുത്തരം പറയണം. എന്റെ കയ്യിലേക്ക് സൂക്ഷിച്ചു നോക്ക്. Come on. Come on. എന്താണ് മോളെ അലട്ടുന്ന പ്രശ്നം? എന്നെ ആരോ തളച്ചിട്ടിരിക്കുന്നത് പോലെ. ആരാണെന്നറിയോ മോക്ക്? ഇല്ല. നിന്നെ അലട്ടുന്നത് പുരുഷനാണോ സ്ത്രീയാണോ? പറയൂ. നീ ആരാണ്? നിന്നെ ഞാൻ സഹായിക്കട്ടെ? എനിക്ക് ആരുടെ സഹായം വേണ്ട. നിന്റെ ഉദ്ദേശം? സംഹാരം. ഊർമിള, നീ പഠിച്ച കുട്ടിയല്ലേ? ആരെയും സംഹരിക്കാൻ നമ്മൾ മനുഷ്യർക്ക് അവകാശമില്ല. അത് നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരുടെ നീതിബോധം. നിങ്ങളുടെ ലോകത്ത് സംഹാരം കർമ്മമാണ്. കർമ്മം കൊണ്ടുണ്ടാകേണ്ട ഫലം നന്മയാണ്. തിന്മയില്ലാതാകുമ്പോഴേ നന്മയുണ്ടാകും. തിന്മയെ സംഹരിക്കുകയാണ് എന്റെ ലക്ഷ്യം. തിന്മയെ ഉന്മൂലനം ചെയ്യുക അവതാരങ്ങളുടെ ലക്ഷ്യമാണ്. ഞാൻ അവതാരമല്ല. മറ്റേതൊരു യുവതിയും പോലെ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു ഞാൻ. അച്ഛനും അമ്മയും നേരത്തെ മരിച്ചു. എന്നെ ജീവന് തുല്യം സ്നേഹിച്ച് സ്വന്തം മകളായി വളർത്തിയത് അമ്മാവനും അമ്മായിയുമാണ്. ഊർമിളക്കുട്ടി ഇപ്പൊ സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ എന്റെ മോള് സുന്ദരി കുട്ടി തന്നെയാ. അവരുടെ ഏക മകനായിരുന്നു ശിവരാമേട്ടൻ. ചെറുപ്പത്തിലെ കുറുമ്പനും നിഷേധയുമായിരുന്നു. എടുത്ത് കഴിക്കുമോനെ? എനിക്ക് വേണ്ട. എടുത്ത് കഴിക്കടാ. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എന്നോട് ഭ്രാന്തമായ സ്നേഹമായിരുന്നു ശിവരാമേട്ടന്. പക്ഷേ അസുര ജന്മമായിരുന്നു അയാളുടേത്. ഞാൻ വളരുന്നതോടുകൂടി ശിവരാമേട്ടനോടുള്ള ഭയവും വർദ്ധിച്ചു. വെളിച്ചം പരത്തുന്നതെന്തും നിലത്ത് വീണുടയാൻ പാടില്ല. അത് റാന്തലായാലും നിലവിളക്കായാലും. മനുഷ്യനായാലും. നിനക്കെന്നെ ഭയമാണോ? സ്നേഹമാണോ? പറ. ശിവരാമേട്ടൻ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ. ഏതർത്ഥത്തിലാണെങ്കിലും സ്നേഹത്തിന് ഒരു സാരമേ ഉള്ളൂ. അത് സ്വാർത്ഥമാണ്. നിസ്വാർത്ഥമായ സ്നേഹം നുണക്കതയാണ്. അതുകൊണ്ട് ഊർമിള, നീ എന്റെ സ്വാർത്ഥതയാണ്.
സ്വാർത്ഥത മനുഷ്യനെ ക്രൂരനാക്കുന്നു. പക്ഷെ നീ എന്നെ അങ്ങനെ ആക്കില്ലെന്ന് എനിക്കറിയാം. നമ്മുടെ കുട്ടിക്കാലം നിനക്ക് ഓർമ്മയില്ലേ? എന്റെ കളിപ്പാട്ടങ്ങൾ തട്ടിയെടുക്കുന്ന കുട്ടികളെ ഞാൻ വെറുതെ വിടാറില്ലായിരുന്നു. മറ്റു മാർഗമൊന്നുമില്ലെങ്കിൽ ഏത് കുതന്ത്രം ഉപയോഗിച്ചായാലും ആ കളിപ്പാട്ടം ഞാൻ നശിപ്പിക്കുമായിരുന്നു. നിന്നെക്കുറിച്ചല്ല മോളെ, പൊതുവായൊരു കാര്യം ശിവറാമേട്ടൻ പറഞ്ഞു എന്ന് മാത്രം. അമ്മാവനും അമ്മായിക്കും സ്വന്തം മകന് ഭയമായിരുന്നു. യുദ്ധത്തിൽ ജയിക്കാൻ പഠിപ്പിച്ചവരെയും സൃഷ്ടിച്ചവരെയും കൊല്ലാം. ഇതെന്റെ നീതിശാസ്ത്രം. ദേവിയത് എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. മെറ്റാഫിസിക്സിൽ ഡോക്ടറേറ്റ് എടുത്തതിന് ശേഷം അയാൾ ദുർമന്ത്രവാദം പരിശീലിക്കാൻ തുടങ്ങി. വടക്കേ ഇന്ത്യയിലെ ഉജ്ജയിനിയിൽ ആരുടെയോ ശിഷ്യത്വം സ്വീകരിച്ച് ആഭിചാരക്രിയകൾ പരിശീലിക്കുന്നതായി അമ്മാവൻ പറയുമായിരുന്നു. ദൈവം ഇത്രയും നീചനായ മകനെ നമുക്ക് തരാൻ കാരണം കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ബ്രാഹ്മണരെ കൊന്നിട്ടുണ്ടെന്നാണ് ഭട്ടതിരി പറഞ്ഞത്. എല്ലാം നമ്മുടെ വിധിയാ. അവളെ ചെകുത്താന്റെ കയ്യിലേക്ക് ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല. നമ്മുടെ ഭാര്യത്തെ ജയകൃഷ്ണനില്ലേ, ഊർമിളയെ അവനിഷ്ടാണ്, അവൾക്കവനെയും. ലണ്ടനിലും ദുബായിലും ഒക്കെ ബിസിനസ്സാണത്രേ. ശിവരാമൻ ഉജ്ജയിനിൽ നിന്ന് വരുന്നതിന് മുമ്പ് അവരുടെ വിവാഹം നടത്തണം. എന്റെ അമ്മയുടെ പേരിലുണ്ടായിരുന്ന മാളിക വീട്ടിലേക്ക് ഞാനും ജയകൃഷ്ണനും താമസം മാറി. ഒന്ന് ക്ഷമിക്കെന്റെ മാഷേ, എനിക്ക് അമ്മയുടെ അടുത്ത് അല്പം പണിയുണ്ട്. അതിനുശേഷം കുളി കഴിഞ്ഞ് തുളുമ്പുന്ന പാൽ ഗ്ലാസുമായി നമ്രമുഖിയായ നവവധുവായി ഞാൻ വരും. അതുവരെ മാഷ് ഇവിടെ ക്ഷമിച്ചിരിക്കുക. അമ്മായി വിളിക്കുന്നു. കൊതിയൻ. അതെല്ലാം കെടാൻ പോകുന്ന നാളത്തിന്റെ കുസൃതിയായിരുന്നു അന്ന് രാത്രി. നീ പാപം ബലിയാടാണ്. എന്റെ സൃഷ്ടാക്കളുടെ ഹിതങ്ങൾ നിറവേറ്റാൻ അഗ്നിജ്വാലകളിലേക്ക് എടുത്തു ചാടി ചിറക് കരഞ്ഞ് മരിക്കാൻ വിധിക്കപ്പെട്ട ഈയാമ്പാറ്റ, എന്റെ പൂജാക്കളത്തിലെ തീനാളങ്ങളുടെ ചാഞ്ചാട്ടം, ഹോമാഗ്നിയിലെ ധൂമത്തിന്റെ നിറമാറ്റം എന്നെ നിന്റെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നു. കർമ്മയോഗിയായ എന്റെ കർമ്മങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ കഴിയില്ല ചണ്ടാള. നിന്റെ ഹത്യ എന്റെ നിയോഗമാണ്. സോ യു ഡൈ.
ഊർമിള, കുട്ടിക്കാലത്ത് നീ പറയാറില്ലേ ഞാൻ നിന്റേതാണെന്ന്? പിന്നെ എന്തിനാ നമുക്കിടയിലും അവൻ